സുഹൃത്തുക്കളെ, പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി വന്നതിന് ശേഷമുള്ള പലരുടെയും പ്രസ്താവനകളും പ്രതികരണങ്ങളും അതിന് ശേഷമുള്ള ചില നടപടിക്രമങ്ങളും ഒക്കെ വളരെ കൗതുകകരമായിട്ട് തോന്നുകയാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ രണ്ട് തട്ടിലാണ് ഈ നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പാർട്ടിയും പത്തനംതിട്ട പാർട്ടിയും രണ്ട് ഭാഗത്തും ഒരു ഭാഗത്ത് ഇരയോടൊപ്പവും ഒരു ഭാഗത്ത് ഇപ്പുറത്തും നിൽക്കുന്നു എന്ന രീതിയിൽ ഇവരെല്ലാം ഒരുമിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിലിരിക്കുന്നവരാ. ഈ നാടകം കളി തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CN മോഹനൻ കോടതിയിൽ പോയി. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ. കാരണം വിശിഷ്ടാതിഥികളായിട്ടുള്ള മുൻ MLA ഉദുമ MLA ആയിട്ടുള്ള KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രഗത്ഭരായ നേതാക്കന്മാരുൾപ്പെടെയുള്ള മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെല്ലാം വരികയാണ്. അവരെ മാലയിട്ട് സ്വീകരിക്കാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ഒന്നും കോടതി മുറ്റത്ത് ഒച്ചയുണ്ടാക്കാനും പറ്റില്ലെങ്കിലും അവരെ സ്വീകരിക്കാൻ വേണ്ടി, അവരെ കാണാൻ വേണ്ടി DYFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CN മോഹനൻ ഹൈക്കോടതിയിലെത്തി. TP രാമകൃഷ്ണൻ, കോഴിക്കോട്ടത്തെ മുൻ മന്ത്രി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, LDF കൺവീനർ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. പൊതുവെ കോഴിക്കോട് നിന്നുള്ള MLA ആണ്. കഴിഞ്ഞ ടൈമിൽ മന്ത്രിയായിരുന്നു. പൊതുവെ വലിയ കുഴപ്പക്കാരനല്ല. കോഴിക്കോടുള്ള ഇളമരം കരീമിനെയും ബാക്കിയുള്ളവരെയും മോഹനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന നിരുപദ്രവകാരിയായ വിഷം കുറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു CPMകാരനാണ്. പക്ഷെ അദ്ദേഹവും പറഞ്ഞു, എന്താണ് അവിടെ പെരുങ്കാളിയാട്ടം, എന്തായാലും കരിങ്കാളിയാട്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട്. എന്തായാലും പെരുങ്കാളിയാട്ടം, അതിൻ്റെ ഭാഗമായി തർക്കമുണ്ടായി. തർക്കത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടാണ്. തർക്കിച്ചാൽ എങ്ങനെയാണ് രണ്ടുപേര് കൊല ചെയ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതും കൊല ചെയ്യപ്പെട്ടവർ രണ്ടുപേരും ഒരേ പാർട്ടിക്കാരാവുന്നതിനകത്തെ വൈരുദ്ധ്യവും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇടയ്ക്കൊരു കോള് കയറി വന്നിരുന്നു. ഇതൊക്കെയാണ് സ്ഥിതി. ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും കാരണം ഈ മലബാറിൽ സംബന്ധിച്ചിടത്തോളം അവിടെ പോലീസിനേക്കാൾ കൂടുതൽ ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കുന്നത്, ലോ ആൻഡ് ഓർഡറൊക്കെ നോക്കുന്നത് അതാത് പ്രദേശത്തെ ഉയർന്ന പാർട്ടി നേതാക്കന്മാരാണ്. മലബാറിലെ ക്രമസമാധാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുണ്ടായിരുന്ന IPS ഒന്നും ഇല്ലെങ്കിലും, അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന കാക്കി യൂണിഫോം ഒന്നും ഇല്ലെങ്കിലും, മുണ്ടിൻ്റെ അടിയിൽ ചുവന്ന ട്രൗസറിട്ട് നടന്നിരുന്ന KV കുഞ്ഞിരാമൻ, മുൻ MLA, ഉദുമ MLA, ഇത്തവണ ജില്ലാ സെക്രട്ടറിയൊക്കെ അവൻ്റെ ആളായിരുന്നു. ഇവിടെ നമ്മുടെ കാസർഗോഡ് കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പം അത്യാവശ്യം കേരളത്തിലെ എല്ലാ സബ് ജയിലുകളിലും എല്ലാ സെൻട്രൽ ജയിലുകളിലും CPMന് ഫ്രാക്ഷനുണ്ട്. സെൻട്രൽ ജയിലുകളിലൊക്കെ ഒന്നിലധികം ബ്രാഞ്ചുകളുണ്ട്. അത് കൂടാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ജയിലിൻ്റെ ചുമതലയും പലപ്പോഴും ജയിലിലെ പ്രതികൾക്കാണ്. ജയിൽ സൂപ്രണ്ടൊക്കെ നോക്കുകുത്തിയാണ്. ജയിലിൻ്റെ ചുമതലയുള്ള DIGമാരും അവിടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഒന്ന് വൃത്തിയാക്കിയിടുന്നല്ലാതെ ബാക്കിയുള്ള സമയത്ത് ഇവർക്ക് വേണ്ടത് മദ്യമകത്ത്, ഫോണകത്ത് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് പേരിന് റെയ്ഡ് നടത്തുമ്പോൾ, മേലുദ്യോഗസ്ഥർ അപ്രതീക്ഷിതമായിട്ട് റെയ്ഡ് നടത്തുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാറുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഇതൊക്കെ തുടങ്ങും. ഈ സാധനങ്ങളൊക്കെ അവർക്കവിടെ കിട്ടും. മദ്യം കിട്ടും, എല്ലാം കിട്ടും. അങ്ങനെ സുഖലോലുപമായ ജീവിതം നയിക്കുന്ന ആളുകളാണിവർ. അപ്പോൾ എന്തായിരുന്നാലും ഈ ലോ ആൻഡ് ഓർഡർ ഇത്രയും കാലം കൈകാര്യം ചെയ്തിരുന്നത് കുഞ്ഞിരാമനാണ്. കുഞ്ഞിരാമൻ അകത്ത് പോകുമെന്ന സൂചന നേരത്തെ കൂട്ടി നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യന് കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ചുമതലയുള്ള IPS ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ കൊടിസുനി, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായ കൊടിസുനിയെ തൽക്കാലത്തേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക്, പരോളെന്നാണ് പേരെന്നുണ്ടെങ്കിലും ഡെപ്യൂട്ടേഷനിലാണ്, മലബാറിലെ ക്രമസമാധാനം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. കൊടിസുനി ജയിലിൽ പോയി, കോടതിയിൽ പോയി കുഞ്ഞിരാമനിൽ നിന്ന് ഔദ്യോഗികമായി അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അവർ തമ്മിൽ കണ്ട് കുറേ നേരം സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇത്രയും കാലം എങ്ങനെയാണ് കുഞ്ഞിരാമൻ അവിടുത്തെ ക്രമസമാധാനം പാലിച്ചു കൊണ്ടു നടന്നതെന്നും എങ്ങനെയാണ് സമാധാനപരമായ ആളുകളെ കൊന്നതെന്നും ഒക്കെയുള്ള ചരിത്രം പരിശോധിച്ചു. അങ്ങനെ കൊടിസുനി കുറച്ചുകൂടി നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രശേഖരനെ കൊന്ന പോലെ ഇപ്പം മാഷാളുടെ സ്റ്റിക്കറൊന്നും ഒട്ടിക്കാറില്ല. അല്ലാതെ ഈ 51 വെട്ടൊന്നും വെട്ടാറില്ല. 2 വെട്ടിനും ഒറ്റ കുത്തിനുമൊക്കെ കൊല്ലാനുള്ള പരിപാടി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിരാമൻ വാക്കാൽ പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം നേരെ അകത്തേക്ക് തന്നെയാണല്ലോ കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ഇതിനൊക്കെ പത്രങ്ങൾ ഇങ്ങനെ വെറുതെ വളച്ച് കെട്ടി അവരവിടെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ ഉള്ളല്ലോ. അതൊക്കെ സതുദ്ദേശപരമായി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാട്ടിലെ ജനസംഖ്യ അമിതമായി വർദ്ധിക്കുന്നു. ജനസംഖ്യാ പെരുപ്പമാണെന്ന് കേരളവും ഇന്ത്യയും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അപ്പോൾ ജനസംഖ്യാ പെരുപ്പം കുറയ്ക്കാൻ വേണ്ടി കുറേ ചെറുപ്പക്കാരെ കുന്നുകളയുന്നത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. കാരണം അത് സതുദ്ദേശത്തോടു കൂടിയിട്ടാണ്, ബാക്കിയുള്ളവർക്ക് നന്നായി ജീവിക്കാനുള്ള അവസരം എടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ലോ ആൻഡ് ഓർഡർ ഇതുവരെ കൈകാര്യം ചെയ്തിരുന്ന കുഞ്ഞിരാമന് ഇനി ജയിൽ വകുപ്പിൻ്റെ ചുമതലയാണ് കൊടുക്കുന്നത്. ജയിലിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ജയിലിലെ സഖാക്കൾക്ക് കൃത്യമായിട്ട് മദ്യം കിട്ടുന്നുണ്ടോ, ചീട്ട് കളിക്കാനുള്ള സൗകര്യമുണ്ടോ, ആവശ്യത്തിന് വലിക്കാൻ സിഗരറ്റ് കിട്ടുന്നുണ്ടോ, അവിടെയുള്ള ഏതെങ്കിലും ജയിൽ അധികൃതർ ഇവരുടെ നേരെ ഈ മൂരാച്ചികളായ ബൂർഷാസികളായ ജയിലധികൃതർ ഇവർ പറയുന്നത് കേൾക്കാത്തവരുണ്ടോ, അവരെ എങ്ങോട്ടാ സ്ഥലം മാറ്റേണ്ടത് എന്നുള്ള ലിസ്റ്റൊക്കെ അവിടെ നിന്ന് തയ്യാറാക്കി കൊടുക്കുക. അതിനനുസരിച്ച് അവരെ വിയ്യൂർ ജയിലിലുള്ളവനെ പൂജപ്പുരയിലേക്കും, പൂജപ്പുരയുള്ളവനെ മഞ്ചേരി സബ് ജയിലിലേക്കും, മഞ്ചേരി സബ് ജയിലിലുള്ളവനെ കണ്ണൂർ സബ് ജയിലിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്ന രീതികളെക്കുറിച്ചൊക്കെ ജയിലിലിടുന്നതിൻ്റെ വേണ്ട ലിസ്റ്റൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ കുഞ്ഞിരാമൻ ജയിലിൽ നോക്കും. കുഞ്ഞിരാമന് ഒരു പരോള് കിട്ടി പുറത്തു വരുന്നിടം വരെ കുഞ്ഞനന്തൻ അങ്ങനെ ആയിരുന്നല്ലോ. ഏറെക്കാലം ജയിലിൽ കിടന്നതിനേക്കാളും കാലം കൂടുതൽ പരോളിൽ കിടന്ന ഒരാളാണ് കുഞ്ഞനന്തൻ. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ വീണ്ടും പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ജയിലിൽ കിടക്കുന്ന ആളെ എന്നിട്ട് സ്വാതന്ത്ര്യ സമരം നടത്തിയതിന് ജയിലിൽ പോയതല്ല, ഒരാളെ നിഷ്ഠൂരമായി വെട്ടിക്കൊന്നതിന് ജയിലിൽ പോയതാ. അല്ലാതെ ആൾക്കാരെ തല്ലി മൂലയ്ക്കാക്കിയിട്ട് വികലാങ്ങനെ വരെ തല്ലിയിട്ട് അതിന് രക്ഷാപ്രവർത്തനമെന്ന് പേരിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡിക്ഷണറിക്കകത്ത് പുതിയ വാക്കുകളെല്ലാം കണ്ടെത്തിയിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇതൊന്നൊന്നല്ലാന്നേ, ഇതിനേക്കാളൊക്കെ വലുത് കാണാൻ പോവുക. പിന്നെ ഇപ്പോൾ ഈ എം പി ബാലകൃഷ്ണൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ബലാത്സംഗ കേസിൽ പ്രതിയായ ആൾക്കാരെ ഇങ്ങനെ കാസർകോട്ടെ ഒഴിവാക്കപ്പെടുന്ന ആളുകളെ പുറത്താക്കാൻ നിന്ന് അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് വെച്ചപ്പോൾ അങ്ങനെ പുറത്താക്കാൻ നിന്നപ്പോൾ എൻ്റെ പാർട്ടിയിൽ ആരാ ഉണ്ടാകുക? കാരണം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാത്തവരിന്ന് പാർട്ടിയിൽ വളരെ വിരളമാണ്. 90% പേരും ബലാത്സംഗം, പിടിച്ചുപറി, അഴിമതി, അക്രമം, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം തുടങ്ങിയിട്ടുള്ള എല്ലാ കേസുകളിലും പ്രതികളായ സ്ഥിതിക്ക് അത്തരം പ്രതികളെല്ലാം പാർട്ടിയിൽ നിന്ന്, അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ നിന്ന ഈ പാർട്ടിയിൽ പിന്നെ ആരുണ്ടാവുമെന്ന ചോദ്യം തന്നെയാണ് എം പി ബാലകൃഷ്ണൻ ചോദിച്ചത്. എം പി ബാലകൃഷ്ണൻ ചോദ്യം ചോദിച്ചതിനകത്ത് അദ്ദേഹം ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള ആളാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അന്ന് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാവുമായിരുന്നു. കാരണം ഇതൊക്കെ ചെയ്യുന്നത് നിസ്സഹായത കൊണ്ടാണ് ഇവരെല്ലാം നിലനിർത്തി പോകുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ രാജ്ഭവൻ ഉണ്ണിത്താനെ തോൽപ്പിക്കാൻ പറ്റിയായിരുന്നു. എന്തായിരുന്നാലും CPM ഇങ്ങനെയൊക്കെ തന്നെ പോകണം. ഇപ്പോൾ ഒരേ ടാർഗറ്റിൽ നമ്മളാണുള്ളത്, അടുത്തൊരു ടാർഗറ്റിൽ അതൊക്കെ വരുമ്പോൾ വരട്ടെ. ഇപ്പം പിന്നെ സുഖമില്ലാണ്ടിരിക്കുകയാണ്. നമ്മൾക്കെതിരെ കേസ് കൊടുത്ത ആളുകൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അവരെയും നാളെ ഇതേപോലെയൊക്കെ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെയും നമ്മൾ പ്രതികരിക്കും. അതിലൊന്നും സംശയമൊന്നുമില്ല. എന്തായിരുന്നാലും പോക്ക് നല്ലതിനല്ല. വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകാപരമായ സന്ദേശങ്ങളെല്ലാം കൊടുക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കണം. അതിന് കമ്മ്യൂണിസ്റ്റ് ബോധം ഉണ്ടായിരിക്കണം. കാരണം കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവൻ്റെയും രണ്ടു കൂട്ടരുടെയും കുടുംബങ്ങൾ തകരുകയാണ്. ആ തകരുന്ന കുടുംബങ്ങളെല്ലാം സാധാരണ രീതിയിലും താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ് എന്നുള്ളത് ഓർക്കണം. ഒരു സമ്പന്നനും ഇതിനകത്തൊന്നും പെടുന്നില്ല, ഒരു സംസ്ഥാന നേതാക്കന്മാരും ഇതിനകത്തൊന്നും പെടുന്നില്ല. അപ്പോൾ ആളുകളുടെ യുക്തി ബോധം, സാമൂഹികമായ തിരിച്ചറിവ്, അവരുടെ ബുദ്ധിയുടെ നിലവാരം, അവരുടെ ചിന്താശേഷി ഒക്കെ അളക്കേണ്ടതാണ്. ഇതൊക്കെ അളന്നിട്ട് വേണം പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാൻ. ഇല്ലെങ്കിൽ പാർട്ടി അത് അളന്നിട്ടില്ലെങ്കിലും പാർട്ടീൻ്റെ അടുത്ത് പീഡനം അളക്കുന്ന ഉപകരണം വരെ, പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം വരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയും പോലീസും ഉണ്ട് എന്നാണ് അന്തരിച്ചു പോയ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത്. അന്തരിച്ചു പോയതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ആ ആൻറ്റി അങ്ങനെയാണ് പറഞ്ഞത്, എറണാകുളത്തുകാരിയായിരുന്നു. ഏതായിരുന്നാലും നിങ്ങൾ ഇതൊരു നല്ല പോക്കല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഈ കേസിലെ പ്രതികൾക്ക് വിധി കൽപ്പിക്കുമ്പോൾ അവരിത്രയും പേരുണ്ടെങ്കിൽ, ഒരാളെ തവനൂർ ജയിലിലാണെങ്കിൽ ഒരാളെ പൂജപ്പുര,
ഒരാളെ പിന്നെ വിയ്യൂര്, ഒരാളെ കണ്ണൂർ, അങ്ങനെ വിവിധ സെൻട്രൽ ജയിലുകളിലായിട്ടും പല ജയിലുകളിലായിട്ടും ഒക്കെ, ഇനി സബ് ജയിലിലേക്കാണെങ്കിലും കുഴപ്പമില്ല, അതിന് നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ട് ഇവർക്ക് ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കാൻ, ഇവർക്ക് ഒരുമിച്ചിരുന്ന് കൊന്ന കഥകളും ഇനി പുറത്തിറങ്ങിയ കൊല്ലാനുള്ള പ്ലാനിങ്ങുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഒഴിവാക്കാതെ ഐസൊലേറ്റ് ചെയ്യപ്പെടണം. തീർത്തും അപരിചിതരായ ആളുകളുടെ കൂടെ, ഇവരുടെ കൂട്ടുകാരുടെ കൂടെ അല്ലാതെ ഒരാളെ പോലും ഈ കൂട്ടത്തിലെ 2 പേരെ ഒരുമിച്ചൊരു സെല്ലിലിടാതെ ഓരോരുത്തരെയും സെപ്പറേറ്റ് ചെയ്ത്, ഇനി ഒരു ജയിലിൽ തന്നെയാണെങ്കിൽ എപ്പോഴെങ്കിലും ആഴ്ചയിലോ എന്തെങ്കിലും പ്രോഗ്രാമിനോ മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ, കാരണം ബാത്റൂമിലേക്ക് വിടുന്ന സമയത്ത് ഒരു സമയത്തല്ല എല്ലാ സൈഡിലുള്ളവരെ വിടുന്നത്, കുളിക്കാൻ വിടുന്നത് അങ്ങനെയല്ല. അപ്പോൾ ആ രീതിയിൽ പിന്നെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇവർക്കൊരു ഗാദറിങ്ങിന്, ഒരു കമ്മ്യൂണിക്കേഷന് അവസരം നിഷേധിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് തൽക്കാലം ലാൽസന സഖാക്കളെ ആശുപത്രിയിൽ നിന്ന് അത്രയും പെട്ടെന്ന് മോചിതനാവാൻ വിശ്വാസികളായവർ പ്രാർത്ഥിക്കുക.